ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രഥമ സ്കന്ധം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇന്നു മുതൽ രണ്ടാമത്തെ സ്കന്ധമാണ്, ദ്വിതീയ സ്കന്ധമാണ് ഇന്നു മുതൽ നമ്മൾ പറയുന്നത്. ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, അതിനേക്കാൾ ഉപരി ക്ഷമയോടുകൂടിയിരുന്ന് ഭാഗവതം കഥാരൂപത്തിൽ കേൾക്കണം. കാരണം ഈ കലിയുഗത്തിൽ അത് മാത്രമേ ഉള്ളൂ ശാശ്വതമായിട്ടുള്ളത്. ആദ്യത്തെ അധ്യായം പറഞ്ഞ് അവസാനിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. പരീക്ഷിത് മഹാരാജാവ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, നാമജപത്തിന് മാത്രമേ കലിയുഗത്തിൽ പ്രസക്തിയുള്ളൂ. കഥകൾ കേൾക്കുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ഈ കാര്യങ്ങളൊക്കെ ഭാഗവതത്തിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതം തന്നെ അതിനു വേണ്ടിയിട്ടാണ് ഉണ്ടായത്. ഇന്ന് നമ്മൾ പറയുന്നത് മരണാസന്നന്റെ കർത്തവ്യം, അതായത് മരിക്കാൻ കിടക്കുന്ന അല്ലെങ്കിൽ മരണത്തിനോട് അടുത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതും, അതുപോലെ തന്നെ ഖഡ്വാങ്കന്റെ കഥയും മറ്റു ചില വിശേഷപ്പെട്ട വാക്കുകളും സാക്ഷാൽ ഭഗവാന്റെ ആ സ്വരൂപ വർണ്ണനയും. ഇവിടെ സൂതനാണ് നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദി മഹർഷിമാരോട് ഭാഗവത തത്വം ഉപദേശിച്ചു കൊടുക്കുന്നത്. സൂതൻ പറയുകയാണ്, പരീക്ഷിത് മഹാരാജാവ് ശ്രീശുകനോട് ചോദിക്കുന്നു, അല്ലയോ മഹർഷേ, മരണം അടുത്തിരിക്കുന്നു, എനിക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നു ചോദിച്ചപ്പോൾ ശുകൻ പരീക്ഷിത് മഹാരാജാവിന്റെ ആ ചോദ്യത്തെ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തു. എന്നിട്ട് പറയുകയാണ്, മരണാസന്നൻ ആദ്യം ചെയ്യേണ്ടത് മരണഭയം വെടിയുക എന്നുള്ളതാണ്. സാക്ഷാൽ നാരായണനെ സ്മരിക്കുക എന്നുള്ളതാണ് അവൻ ചെയ്യേണ്ടത്. അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നില്ല. എല്ലാത്തിനെയും ബ്രഹ്മമായി കരുതുന്ന മഹർഷിമാർ പോലും ശ്രീഹരിയുടെ ഗുണകീർത്തനത്തിൽ ആനന്ദം കാണുന്നു. എൻ്റെ അച്ഛൻ വ്യാസമഹർഷി ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ മഹാഭാഗവതം രചിച്ചു. അതിൽ ആകൃഷ്ടനായ ഞാൻ അത് പഠിച്ചു. അത് ശ്രദ്ധിക്കുന്നവർക്കെല്ലാം, അതായത് ഭാഗവതം കേൾക്കുന്ന എല്ലാവർക്കും മുക്തി ലഭിക്കും. ഭക്തിയില്ലാത്തവർക്ക് ഭക്തിയും ജ്ഞാനികൾക്ക് ആനന്ദവും നൽകുന്നതാണ് ഭാഗവതം. അങ്ങേക്കത് പറഞ്ഞു തരുന്നതിനായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്കിനി അല്പമേ ആയുസുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങ് നിരാശപ്പെടരുത്. ഉള്ള സമയം അത് മോക്ഷപ്രാപ്തിക്കായി ഉപയോഗിച്ച് ഫലം നേടണം. ഖഡ്വാങ്കന്റെ കഥ അങ്ങ് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഖഡ്വാങ്കന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ആര്? ശ്രീശുകൻ പരീക്ഷിത്തിന്. ഖഡ്വാങ്കൻ എന്ന രാജർഷി ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കുന്നതിനായിട്ടാണ് സ്വർഗത്തിൽ എത്തിച്ചേർന്നത്. യുദ്ധം കഴിഞ്ഞു. ചെയ്ത സഹായത്തിന് ഒരു വരം നൽകുവാൻ ദേവേന്ദ്രൻ തയ്യാറായി. ഖഡ്വാങ്കൻ പറഞ്ഞു, വരമൊന്നും വേണ്ട, എനിക്കിനി എത്ര നാൾ ആയുസുണ്ട് എന്ന് മാത്രം പറഞ്ഞു തന്നാൽ മതി. ഒരു മുഹൂർത്തം മാത്രമേ ആയുസുള്ളൂ എന്ന് ഇന്ദ്രൻ പറഞ്ഞു. ഒരു നിമിഷവും പാഴാക്കാതെ അത് കേട്ട ഉടൻ തന്നെ ഖഡ്വാങ്കൻ ഭൂമിയിൽ എത്തിച്ചേർന്നു. എല്ലാം മനസ്സുകൊണ്ട് ത്യജിച്ചു. ശ്രീഹരിയെ ശരണം പ്രാപിച്ചു. എന്നിട്ട് മോക്ഷവും നേടി. ദേവലോകത്തു നിന്നും എന്തുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ ഖഡ്വാങ്കൻ ഭൂമിയിൽ എത്തിച്ചേർന്നത്? ദേവലോകം രജോ ഗുണപ്രദമാണ്. അങ്ങനെയുള്ള സ്വർഗത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ മോക്ഷം ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഭൂമിയിലേക്ക്
വന്നത്. നമ്മളിപ്പോ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണം എന്ന് നമ്മളോട് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നമുക്ക് അല്പം വിഷമം ഉണ്ടാകും. എന്നാല് വലിയ ദുഃഖത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന അവസരത്തിൽ ബാ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ വന്നേക്കാം എന്ന് കരുതി എന്തു ചെയ്യും? നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാകും. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞു വന്നത്. അങ്ങനെ ശുഗൻ പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, അങ്ങേക്കിനി ഒരാഴ്ച സമയമുണ്ട്. മോക്ഷ സമ്പാദനത്തിന് ഈ സമയം ധാരാളം. ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ ഭാഗവതം മുഴുവനും ഞാൻ അങ്ങയെ പറഞ്ഞ് കേൾപ്പിക്കാം. അതിനു മുമ്പ് അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ഒന്നുകൂടി വിശദമാക്കാം. മരണമടുത്ത പുരുഷൻ മരണഭയം കളഞ്ഞിട്ട് ലൗകിക സുഖത്തിലുള്ള ആഗ്രഹം വെടിയുക. സ്വന്തം ശരീരത്തിലും ഭാര്യയിലും സന്താനങ്ങളിലുമുള്ള സ്നേഹബന്ധം വൈരാഗ്യമാകുന്ന വാളുകൊണ്ട് അറുത്തു കളയുക. വീട് വിട്ട് തീർത്ഥങ്ങളിൽ കുളിച്ച് വിജനമായ സ്ഥലത്തെത്തിച്ചേർന്ന് പുലിത്തോലിന്മേലോ ദർഭമേലോ മറ്റേതെങ്കിലും സുഖകരമായ ഇരിപ്പിടത്തിലോ ഇരുന്ന് ഏകാഗ്രതയോടുകൂടി ധ്യാനിക്കണം. ഓങ്കാരം ജപിക്കണം. മനസ്സിന്റെ ചാഞ്ചല്യം അടക്കി ഓം എന്ന ബീജാക്ഷരത്തിൽ മനസ്സ് ഉറപ്പിക്കണം. ഇങ്ങനെ മരണത്തിനോടടുത്തു നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം വളരെ കൃത്യമായി ശ്രീശുകൻ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ചില വാക്കുകളുടെ അർത്ഥങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കുന്നു. ഒന്നാമത്തെ വാക്ക് പ്രത്യാഹാരം എന്നുള്ളതാണ്. എന്താണ് പ്രത്യാഹാരം? ബുദ്ധിയെ തേരാളിയാക്കിക്കൊണ്ട് കടിഞ്ഞാണേൽപ്പിച്ച് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കണം. ഇതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് എന്താണ്? ബുദ്ധിയാണ്, അല്ലാതെ വികാരങ്ങളല്ല. വിവേകം കൊണ്ട് ചിന്തിക്കണം. അതായത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ അവന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് അവൻ ചെയ്യേണ്ടുന്ന ജോലി, അവന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുക, ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുക, എന്നിട്ട് അവരെല്ലാം ഒരു ഉചിതമായ സ്ഥാനത്ത് അവരെല്ലാം എത്തിയതിനു ശേഷം അവരെല്ലാം സംരക്ഷിച്ച് തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ച് ഇനി താൻ മരണത്തിലേക്ക് പോകുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടാകുന്ന സമയത്ത് തൻ്റെ സമ്പത്തുകളും എല്ലാം തന്നെ തൻ്റെ അടുത്ത തലമുറയെ ഏൽപ്പിച്ചിട്ട് എന്തു ചെയ്യണം? വാനപ്രസ്ഥത്തിന് പോകണം. അങ്ങനെ പോയി ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് മോക്ഷം പ്രാപിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പഴയ കാലത്തെ ആളുകള് വയസ്സായി കഴിയുമ്പം സ്വത്തും സമ്പാദ്യവും എല്ലാം മക്കളെയെല്ലാം ഏൽപ്പിച്ചിട്ട് എന്തു ചെയ്യും? കാശിക്ക് പോകും, ഇല്ലേ? അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ആളുകൾ എന്താണ്? മരിച്ചാലും തൻ്റെ കയ്യിലുള്ള ആ സമ്പത്തുകളൊന്നും ആർക്കും കൊടുക്കില്ല. ഇതും കൊണ്ട് ഞാൻ മുകളിലേക്ക് പോകും എന്ന് കരുതി എന്ത് ചെയ്യും? ഇങ്ങനെ മുറുക്ക പിടിച്ചുകൊണ്ട് ഇരിക്കും. കലിയുഗം അത് മാത്രം പറഞ്ഞാല് മതി. ഇനി അടുത്ത ഒരു വാക്കാണ് ധാരണ. എന്താണ് ധാരണ എന്ന വാക്കിന്റെ അർത്ഥം? പിന്നെയും കർമ്മവാസനകളാൽ ചലിപ്പിക്കപ്പെടുന്ന മനസ്സിനെ ഭഗവാന്റെ സ്വരൂപത്തിൽ നിലനിർത്തണം. ഇതിനെ ധാരണ എന്ന് പറയുന്നു. അടുത്ത വാക്ക് സമാധി. ഭഗവാന്റെ പൂർണ്ണരൂപം മനസ്സിൽ നിന്ന് പോകാതെ തന്നെ ഓരോ അവയവങ്ങളായി ഭഗവാനെ ധ്യാനിക്കണം. ഇങ്ങനെ ഭഗവാന്റെ ഓരോ അവയവത്തിൽ സ്ഥിരമായി ഉറയ്ക്കുന്ന മനസ്സിൽ സ്ഫുരിക്കുന്ന പരമമായ ആനന്ദത്തെ മനസ്സിൽ ഉൾക്കൊണ്ടതിൽ പിന്നെ ഒന്നും ധ്യാനിക്കാതെ ഇരിക്കണം. അതിനെയാണ് സമാധി എന്ന് പറയുന്നത്.
ഗുണങ്ങളുടെ ശക്തി കാരണം മനസ്സ് പിന്നെയും ചലിച്ചാൽ ധാരണ തന്നെ വീണ്ടും ആവർത്തിക്കണം. അതായത് മനസ്സ് ഈശ്വരന്റെ സ്വരൂപത്തിൽ നിലനിർത്തണം. രജോ ഗുണം അധികമാകുമ്പോൾ മനസ്സ് ഉറയ്ക്കാതെ ചലിച്ചുകൊണ്ടിരിക്കും. തമോ ഗുണം കൂടിയാൽ ഉറങ്ങിപ്പോകും. ഇങ്ങനെ ഗുണങ്ങളുടെ സ്വാധീനം മൂലം ചലിക്കുന്നതും മോഹിക്കുന്നതുമായ മനസ്സിനെ വീണ്ടും ഈശ്വരന്റെ രൂപത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ജയിക്കണം. ഇങ്ങനെ ധാരണ അഭ്യസിക്കുമ്പോൾ സുഖസ്വരൂപമായ ഒരു ആശ്രയം മനസ്സിന് ലഭിക്കും. ഇത് വിട്ടുപോകാതെ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ആനന്ദ വിഷയം കാണുന്ന യോഗിക്ക് ഭക്തി ലക്ഷണമായ യോഗം താമസിയാതെ ലഭിക്കും. ഇങ്ങനെ ശ്രീശുകൻ പരീക്ഷിത്ത് മഹാരാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, ധാരണ ഏതു വിധമായാൽ ചിത്തത്തിലുള്ള ചലനരൂപമായ ദോഷം വേഗം ശമിക്കും. അതായത് ശ്രീശുകൻ പറഞ്ഞു കൊടുക്കുന്നു പരീക്ഷിത്ത് മഹാരാജാവിനോട്, ഭഗവാന്റെ ഓരോരോ അവയവങ്ങളായി ഭഗവാനെ മനസ്സിൽ കണ്ട് അവസാനം ഭഗവാന്റെ ആ സ്വരൂപം മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയും അങ്ങനെ ഭഗവാന്റെ ആ സ്വരൂപം മനസ്സിൽ നിറഞ്ഞു നിന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും ധ്യാനിക്കാതിരിക്കുക. കാരണം നമുക്ക് പിന്നീട് പരമാനന്ദമാണ്. ആ രീതിയിൽ ഇരിക്കുന്നതാണ് സമാധി എന്ന് പറയുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ നമ്മൾ എത്ര തന്നെ മനസ്സിൽ ഭഗവാനെ ധ്യാനിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അത് രജോ ഗുണപ്രദമാണ്. കാരണം നമ്മൾ നാമം ജപിക്കാനായി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും? അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കും. അല്ലെങ്കിൽ പുറത്തുപോയ കുട്ടി വന്നിട്ടുണ്ടോ, വരാൻ സമയം കഴിഞ്ഞല്ലോ എന്നുള്ള കാര്യം ആലോചിക്കും. 7 മണിയായോ 8 മണിയായോ, എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കാണുകയോ കേൾക്കുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സമയമായോ, എൻ്റെ നാമജപം പൂർത്തിയായിട്ടില്ലല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മൾ ഭഗവാനെ ധ്യാനിക്കാനായി പ്രാർത്ഥിക്കാനായി ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. സ്വാഭാവികമായും എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഉണ്ടാകും. കാരണം മനസ്സിനെ നമ്മൾ ഇതുവരെ ജയിച്ചിട്ടില്ല. കാരണം കർമ്മവാസനകളാൽ നമ്മുടെ മനസ്സ് എപ്പോഴും ചലിക്കുന്നു. മനസ്സിന്റെ ആ ഇളക്കത്തെ, മനസ്സിന്റെ ആ ചലനത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് പരീക്ഷിത്ത് മഹാരാജാവ് വീണ്ടും ശ്രീശുകനോട് ചോദിക്കുന്നു. അതായത് ധാരണ ഏതു വിധമായാൽ മനസ്സിലുള്ള ചലന സ്വരൂപമായ ആ ദോഷത്തെ എങ്ങനെ ശമിപ്പിക്കുവാൻ സാധിക്കും എന്ന് ചോദിച്ചപ്പോൾ ശ്രീശുകൻ പറഞ്ഞു കൊടുക്കുകയാണ്, യോഗാസനത്തിലിരുന്ന് ശ്വാസവും നിശ്വാസവും ഇന്ദ്രിയങ്ങളും ഇവയെ ജയിക്കണം. അങ്ങനെ ചെയ്തതിനു ശേഷം വിരാട് രൂപത്തിൽ, അതായത് പ്രപഞ്ചാകാരമായ സ്ഥൂല രൂപത്തിൽ മനസ്സിനെ ഉറപ്പിക്കണം. അഥവാ വിരാട് രൂപം ധ്യാനിക്കണം. ഏതെങ്കിലും കാര്യസാധ്യത്തിനാണെങ്കിൽ അതാതു ദേവന്മാരെ ഉപാസിക്കണം. മോക്ഷമാണ് വേണ്ടതെങ്കിൽ വിരാട് രൂപം തന്നെ ധ്യാനിക്കണം. അതായത് ഏകനായ ഈശ്വരനെ, ഒരിക്കലും നശിക്കാത്ത ആനന്ദ സ്വരൂപമായ സർവേശ്വരനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ച് ധ്യാനിക്കണം. ഹരേ കൃഷ്ണ. ഇവിടെ ഭാഗവതത്തിൽ വളരെ കൃത്യമായി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം വളരെ വിശദമായി പറഞ്ഞു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കാരണം മോക്ഷമാണ് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആരെയാണ് ധ്യാനിക്കേണ്ടത്? അതല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൗകികപരമായ ആഗ്രഹങ്ങൾ ഉണ്ട്. ആ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ആരെ പ്രാർത്ഥിക്കണം? അതായത് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട്
നമ്മൾ എന്തു പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഇവിടെ വിശദമായി തന്നെ പറഞ്ഞ് തന്നിരിക്കുന്നു. ഹിന്ദുമത വിശ്വാസികളുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൗകിക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും, ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടി നമ്മൾ എന്തു ചെയ്യും? നമുക്ക് ധാരാളം ദേവതകളെ തന്നിട്ടുണ്ട്. ആ ദേവതകളെ ഉപാസിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴും നമ്മുടെ പരമമായ ലക്ഷ്യം, കാരണം നമ്മളിങ്ങനെ ഒരു യാത്ര ചെയ്യുകയാണ്, ജീവിതമാകുന്ന യാത്ര. ആ യാത്ര ഒരു പ്രത്യേക സ്ഥലത്ത് ചെല്ലുമ്പോൾ അവസാനിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ആ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പല പല കാര്യങ്ങളും ചെയ്തു തീർക്കും. അതിനുവേണ്ടി നമ്മൾ എന്തു ചെയ്യും? പല പല ദേവതമാരെ ആരാധിക്കും. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താണ്? മോക്ഷമാണ്. അതിനുവേണ്ടി നമ്മൾ എന്തു ചെയ്യും? സാക്ഷാൽ വൈകുണ്ഠപതിയെ പ്രാർത്ഥിക്കും. അവസാന കാലത്ത്, അതായത് നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം, ഏതാണ്ട് മരണത്തിനോട് അടുക്കുന്ന സമയത്ത്, ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം, നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമ്പത്തുകളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും എല്ലാം വീതിച്ചു കൊടുക്കുക. ആരാണോ നമ്മുടെ അവകാശികൾ, അതിനുശേഷം മോക്ഷമാണ് എനിക്ക് വേണ്ടത് എന്ന് നിശ്ചയിച്ചിട്ട്, നമ്മുടെ കർമ്മവാസനകളെ എല്ലാം ഉപേക്ഷിച്ചിട്ട്, അതായത് ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, ഈ ലോകം, ഈ ലോകത്തിലെ സുഖങ്ങൾ, എൻ്റെ ജോലി, എൻ്റെ അധികാരം, എൻ്റെ പണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇനി നമ്മുടെ ആവശ്യം എന്താണ്? മോക്ഷം, ഭഗവാനിൽ ലയിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കണം. ഇത് പഴയ കാലത്തെ കാര്യം, ആ കാലഘട്ടത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സമ്പത്തെല്ലാം എടുത്ത് മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാം എഴുതി കൊടുത്തിട്ട് മക്കൾക്കെല്ലാം കൊടുത്തതിന് ശേഷം പല മാതാപിതാക്കളെയും കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? വൃദ്ധസദനത്തിൽ കൊണ്ടുവന്ന് തള്ളുന്നതും അല്ലെങ്കിൽ റോഡിലേക്ക് ഇറക്കി വിടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. കാരണം കാലം മാറി, കലിയുഗമാണ്. അപ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു സമ്പാദ്യം, ഒരു കിടപ്പാടമെങ്കിലും നമ്മൾ കരുതി വെക്കും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതു രീതിയിൽ നമ്മളോട് പ്രവർത്തിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് നല്ല ധാരണയുണ്ടാകും. ആ ധാരണയിൽ ജീവിക്കണം. അതിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുമ്പോഴും എന്തു ചെയ്യണം? അനാവശ്യമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതെ, അനാവശ്യമായ മോഹങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതെ, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു എങ്കിലും പിന്നീട് ഭഗവാനിൽ മനസ്സർപ്പിച്ച് അത് മാത്രമാണ് ശാശ്വതമായിട്ട് ഉള്ളത് എന്ന് കരുതി ജീവിക്കുക. സ്വാർത്ഥത വെടിയുക. കാരണം പഴയ കാലത്ത് എല്ലാവരും തപസ്സനുഷ്ഠിക്കാനൊക്കെ പോകും കാട്ടിലേക്ക്. ഇന്ന് കാടുമില്ല, നാടുമില്ല എന്നുള്ള അവസ്ഥയാണ്. ഏതു സന്യാസിയെ നമ്മൾ വിശ്വസിച്ച് ആ സന്യാസിയുടെ ശിഷ്യത്വം സ്വീകരിക്കും? അവിടെയും പലതരത്തിലുള്ള കള്ളന്മാരാണ് ഉള്ളത്. അതുകൊണ്ട് സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീഹരിയെ ഗുരുവായി ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് ഓരോ മനുഷ്യനും ചെയ്യേണ്ടത്. കാരണം കാലത്തിനനുസരിച്ചിട്ട് എന്തു ചെയ്യണം? നമ്മൾ മാറണം. നമ്മൾ മാത്രം വിചാരിച്ചാല് നമ്മുടെ ചുറ്റുമുള്ള ആളുകള് അതേ രീതിയിൽ പ്രവർത്തിക്കണം എന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് കൊച്ചു കുഞ്ഞുങ്ങളെ വരെ നമ്മുടെ വിശ്വാസങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയും അവരെ ശരിയായ ധർമ്മം എന്ത് എന്ന് മനസ്സിലാക്കി ജീവിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത്. അതല്ലാതെ അവരിങ്ങനെ അവർക്ക് തോന്നുന്നത് പോലെ ജീവിച്ച് മുമ്പോട്ട് പോയാൽ, അവരെ ഇതൊന്നും പഠിപ്പിക്കാതെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ അവരുടെ വഴിയിൽ തള്ളിവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം വയസ്സുകാലത്ത് നമ്മളായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം കൂടി എല്ലാവരും ഓർത്തു വെക്കണം. കാരണം കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ സനാതന ധർമ്മം അനുസരിച്ച് ജീവിക്കുവാനുള്ള
പഠനം അവർക്ക് കൊടുക്കണം. ഭഗവത്ഗീതയും ഭാഗവതവും രാമായണവും എല്ലാം വളരെ കൃത്യമായി അവരെ പഠിപ്പിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന തത്വം എന്ത് എന്നുള്ള കാര്യം കൃത്യമായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഓരോ മനുഷ്യനും സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, അവൻ അവന്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഈ സമൂഹത്തിനോടും എങ്ങനെ അവൻ പെരുമാറണം, ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ ജീവിക്കണം, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ വിശദമായി തന്നെ നമ്മുടെ മഹത്തായ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതും മനസ്സിലാക്കി കൊടുത്ത് അവരെ ഒരു ഉത്തമ പൗരന്മാരാക്കി വളർത്തി എടുക്കേണ്ടുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായി നമ്മൾ എല്ലാവരും ഓർക്കണം. ഇനി പരീക്ഷിത്ത് മഹാരാജാവ് വീണ്ടും ചോദിക്കുകയാണ്, അല്ലയോ മഹാമുനെ, ഈ വിരാട് രൂപം, ഭഗവാന്റെ ഈ സ്വരൂപം ഒന്ന് വിശദമാക്കാമോ? ഇങ്ങനെ ചോദിച്ചപ്പോൾ ഹരേ കൃഷ്ണ ശ്രീശുകൻ പറഞ്ഞു കൊടുക്കുകയാണ്, എല്ലാ ലോകങ്ങളുടെയും അധിഷ്ഠാനം, അതായത് അടിത്തറ ഭഗവാനാകുന്നു. ലോകങ്ങളിൽ കാണുന്ന സർവവും ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. ദേവന്മാർ, മനുഷ്യർ, അസുരന്മാർ, പക്ഷികൾ, മൃഗങ്ങൾ, വൃക്ഷലതാദികൾ, മറ്റു ജീവികൾ എന്നുവേണ്ട എല്ലാം ഭഗവാൻ തന്നെയാണ്. ഇങ്ങനെ പല രൂപങ്ങളിൽ ശോഭിക്കുന്നതിനാൽ ഇതിനെ വിരാട് രൂപം എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ, നിങ്ങൾക്ക് മനസ്സിലായോ ആ സ്വരൂപത്തിന്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ശ്രീഹരിയുടെ രൂപത്തെ നമ്മൾ വിരാട് രൂപം എന്ന് പറയുന്നത്, വിരാട് പുരുഷൻ എന്ന് എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഭഗവാനെ പറയുന്നത്? അതായത് എല്ലാ ലോകങ്ങളുടെയും അടിത്തറ ഭഗവാനാണ്. ലോകങ്ങളിൽ കാണുന്ന സർവവും ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. ദേവന്മാർ, മനുഷ്യർ, അസുരന്മാർ, പക്ഷികൾ, മൃഗങ്ങൾ, വൃക്ഷലതാദികൾ, മറ്റു ജീവികൾ എന്നുവേണ്ട എല്ലാം ഇങ്ങനെ പല രൂപങ്ങളിൽ ശോഭിക്കുന്നതിനാൽ ഇതിനെ വിരാട് രൂപം എന്ന് പറയുന്നു. 14 ലോകങ്ങളും പഞ്ചമഹാഭൂതങ്ങളും സൂര്യനും ചന്ദ്രനും രാപ്പകലുകളും വേദങ്ങളും മായയും ലജ്ജ, ലോഭം, ധർമ്മവും അധർമ്മവും, ബ്രഹ്മാവ്, സമുദ്രങ്ങൾ, മലകൾ, നദികൾ, കാറ്റ്, മിത്ര, വരുണന്മാർ, കാലഗതി, മേഘങ്ങൾ, സസ്യങ്ങൾ, രുദ്രൻ, യാഗാദികൾ എല്ലാം ഈ വിരാട് രൂപമായ ഭഗവാന്റെ അവയവങ്ങളായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ലോകങ്ങളിലുള്ള ഒന്നും തന്നെ നല്ലതായാലും ചീത്തയായാലും ഈശ്വരനിൽ നിന്ന് അന്യമല്ല. ഈശ്വരന്റെ ഭാഗമല്ലാത്ത ഒന്നും തന്നെ ഈ 14 ലോകങ്ങളിലും ഇല്ല. ഇങ്ങനെ സാക്ഷാൽ സർവശക്തനായ ഭഗവാന്റെ സ്വരൂപത്തെ, ആ വിരാട് പുരുഷന്റെ രൂപത്തെ ശ്രീശുകൻ പരീക്ഷിത്തു മഹാരാജാവിന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഹരേ കൃഷ്ണ, അങ്ങനെയുള്ള ഭഗവാന്റെ രൂപത്തെയാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ഒരു ഭഗവാന്റെ കീർത്തനം കേട്ടിട്ടുണ്ട് ഇല്ലേ? ഭഗവാന്റെ ഓരോ അവയവങ്ങളെയും വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായ കീർത്തനം. ഏതാണ് ആ കീർത്തനം? അറിയാവുന്ന എല്ലാവരും തന്നെ കമന്റ് ഇടണം. അറിഞ്ഞുകൂടെങ്കിൽ നമുക്കത് അടുത്ത ഭാഗത്തിൽ പറയാം. വളരെ സർവ്വസാധാരണമായ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ഒരു കീർത്തനമാണ്. ഭഗവാന്റെ ഓരോ അവയവങ്ങളും ഭഗവാന്റെ ആഭരണങ്ങളുമൊക്കെ എടുത്തു വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു അതിമനോഹരമായ കീർത്തനം. കണ്ണടച്ചുകൊണ്ട് ഇരുന്ന് ആ കീർത്തനം കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഭഗവാന്റെ ആ സ്വരൂപം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞ് വരും. എല്ലാവരും സർവശക്തനായ ഭഗവാൻ, വൈകുണ്ഠപതിയായ ശ്രീഹരിയെ, ഭഗവാന്റെ ആ സ്വരൂപത്തെ, ആ വിരാട് പുരുഷന്റെ സ്വരൂപത്തെ
മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ തൻ്റെ യഥാർത്ഥ സ്വരൂപം, തൻ്റെ ആ കുഞ്ഞു വായ്ക്കുള്ളിൽ ഭഗവാന്റെ ആ സ്വരൂപം ഭഗവാൻ ആർക്ക് കാണിച്ചു കൊടുത്തത്? യശോദാ റാണിക്ക് കാണിച്ചു കൊടുത്തത്. അതിനുള്ള ഭാഗ്യം വളർത്തമ്മയായ യശോദാ റാണിക്കാണ് കൊടുത്തത്, പ്രസവിച്ച അമ്മയായ ദേവകിക്കല്ല. ആ കുഞ്ഞു ബാലലീലകൾ. പക്ഷേ ദേവകിക്ക് സാക്ഷാൽ സ്വരൂപം ഭഗവാൻ കാണിച്ചു കൊടുത്തു. എവിടെ? കാരാഗ്രഹത്തിൽ വെച്ച്. പക്ഷെ ഒരു കുഞ്ഞായി, ഒരു കൊച്ചു കുഞ്ഞായി ബാലലീലകൾ ആടിക്കൊണ്ട് കാണിച്ചു കൊടുത്തത് ആർക്കാണ്? യശോദാ റാണിക്കാണ്. അപ്പൊ രണ്ട് രീതിയിലും രണ്ട് അമ്മമാരെയും ഭഗവാൻ മോക്ഷത്തിലേക്ക് ഉയർത്തി എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത്. ഒരു കൊച്ചു കുഞ്ഞിന്റെ ആ കുസൃതികളും ലീലകളും ഷാഠ്യങ്ങളും എല്ലാം തന്നെ സമ്മാനിച്ചത് അത് യശോദാ റാണിക്കാണ്. അതനുഭവിക്കുവാനുള്ള ഒരു മാതൃത്വം അനുഭവിക്കുവാനുള്ള ഭാഗ്യം കൊടുത്തത് യശോദാ റാണിക്കാണ്. പക്ഷെ ദേവകിക്ക് ആ ഒരു ഭാഗ്യം കൊടുത്തില്ല. പക്ഷെ താൻ ആരാണ് എന്നുള്ള ആ ഒരു ബോധം, തൻ്റെ യഥാർത്ഥ സ്വരൂപം കാരാഗ്രഹത്തിൽ വെച്ച് ദേവകിയെ മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതും നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലം നമ്മൾ ഭാഗവതം ഇങ്ങനെ കഥാരൂപത്തിൽ പറഞ്ഞു എങ്കിലും കഥകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അങ്ങനല്ല പറയുന്നത്. ഓരോരോ അധ്യായങ്ങളായി ഓരോ അധ്യായത്തിലും എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യവും ഭാഗവതത്തിന്റെ സൂക്ഷ്മമായ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങി ശരിയായി അത് മനസ്സിലാക്കി തന്നുമാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി എല്ലാ ദിവസവും മാധവത്തിന്റെ കൂടെ ഇരുന്ന് ഭാഗവതം കഥാരൂപത്തിൽ കേൾക്കുന്ന ഒരാൾക്ക് തീർച്ചയായും മോക്ഷം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ഭാഗവതം കേൾക്കാൻ ഉള്ള ഭാഗ്യം ലഭിക്കുകയുള്ളൂ. അത് മാധവത്തിൽ കൂടി തന്നെ വേണം എന്നില്ല. മഹാനായ ഒരുപാട് മഹാന്മാരായ ആചാര്യന്മാരുണ്ട് ഭാഗവതം വളരെ ഭംഗിയായി നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഉപദേശിച്ചു തരുന്നത്. എവിടെയായാലും ഭാഗവതം കൃത്യമായി കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകൾ അവർ എത്രയോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ടാണ് അവർക്കതിന് സാധിക്കുന്നത്. അങ്ങനെ കേൾക്കുന്ന ആളുകളെ ഭഗവാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കുന്നു, അവരെ ഉയർത്താൻ ഭഗവാൻ ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. നിങ്ങൾ അബദ്ധവശാൽ പോലും ഭാഗവതത്തിലെ ഈ കഥ കേൾക്കാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾ വിചാരിച്ചു കൊള്ളുക, എന്തോ ഒരു ലക്ഷ്യം അത് ഭഗവാൻ നിങ്ങളിൽ കണ്ടിരിക്കുന്നു. 100% ഉറപ്പാണ്. നിങ്ങൾക്ക് മോക്ഷം അല്ലെങ്കിൽ എന്തോ ഒരു ഭാഗ്യം ഭഗവാൻ നിങ്ങൾക്ക് തരാനായി ഉദ്ദേശിച്ചിരിക്കുന്നു. അത് തട്ടിമാറ്റി കളയരുത്. അതുകൊണ്ട് കൃത്യമായി ഭാഗവതം കേൾക്കുക, പഠിക്കുക. ഹരേ കൃഷ്ണ.